കലന്തൻ ഹാജി നാട്ടിലെ പൗരപ്രമുഖനാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന സമ്പന്നനായ ഒരു മനുഷ്യൻ. ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പേരക്കുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. ആർഭാടമായ വിവാഹമാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹം. 3-ാമത്തെ ദിവസം കല്യാണം തീരാൻ പോവുകയാണ്. ആളുകളുടെ പ്രവാഹം അവസാനിക്കുകയാണ്. നോക്കുമ്പോൾ 2-3-4 ബിരിയാണി ചെമ്പുകൾ ബാക്കിയായിരിക്കുകയാണ്. ഹാജിയാർ തീരുമാനിച്ചു, ഇതിനി ഒരു കുഴി വെട്ടി കുഴിയിലിട്ട് മൂടാം. അങ്ങനെ ബീഹാറുകാരനായ ഗോപാൽ യാദവിനെ അദ്ദേഹം വിളിച്ചു കൊണ്ടുവന്നു. ഗോപാൽ യാദവ് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഈ ഹാജിയാര് ഒരു കൈക്കോട്ട് കൊടുത്തു. വലിയ ഒരു കുഴി ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ കുഴി കുഴിച്ചു. ആ കുഴിയിലേക്ക് ഒട്ടനവധി ബിരിയാണിയുടെ ബക്കറ്റുകളും പാത്രങ്ങളുമായി ഇങ്ങനെ ഇറങ്ങി വന്നു. അത് മുഴുവനും അതിലേക്ക് ചുരുങ്ങി. അവസാനം കുഴി നിറയാനായപ്പോ വീണ്ടും ബിരിയാണി ബാക്കിയാണ്. അവസാനം കലന്തൻ ഹാജി അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി അതിലേക്ക് ഇറങ്ങി നിന്ന് ചവിട്ടി ചവിട്ടി അമർത്തി വിടണം. ഈ ബിരിയാണിയൊക്കെ അതിൽ നിറക്കേണ്ടതുണ്ട്. ഈ യാദവ് കുഴിയിലേക്ക് ഇറങ്ങി ആ കുഴിയുടെ 4 മുക്കും മൂലകളും ചവിട്ടിയപ്പോൾ ബസുമതി ബിരിയാണിയുടെ നെയ്യും ഇറച്ചിയും ചോറുമൊക്കെ അദ്ദേഹത്തിന്റെ കാലിൽ ഇങ്ങനെ തട്ടിയപ്പോ യാദവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ചിന്ത പിന്നിലേക്ക് പോയി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയം അദ്ദേഹത്തോട് ഒരാഗ്രഹം പറഞ്ഞു, എനിക്കൽപ്പം ബസുമതി ബിരിയാണി കഴിക്കണം. ഈ യാദവിന് ഒരൽപ്പം പോലും ബിരിയാണി വാങ്ങി കൊണ്ടുവന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് സാമ്പത്തികമായി ശേഷിയില്ലായിരുന്നു. അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങി. കുറെ നേരം ചുറ്റിത്തിരിഞ്ഞതിനു ശേഷം അദ്ദേഹം ഒരു കടയിൽ നിന്ന് 50 ഗ്രാം ബസുമതി ബിരിയാണി അരി വാങ്ങി. എന്നിട്ട് അത് തന്റെ ഭാര്യയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ആ ഭാര്യ ഓരോ അരിയും കടല പെറുക്കി തിന്നത് പോലെ കുറച്ചുകൊണ്ടേയിരുന്നു. അവസാനം അത് കഴിച്ച് അവൾ സന്തോഷവതിയായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭാര്യ പ്രസവിച്ചു. ആ കുട്ടിക്ക് ബസുമതി എന്ന് പേരിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഒരിക്കലും പോഷകാഹാരങ്ങൾ പോയിട്ട് മാന്യമായി ശരിയായ രീതിയിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാറിടത്തിൽ നിന്ന് ആ കുഞ്ഞിനുള്ള മുലപ്പാൽ ചുരത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മുലപ്പാൽ കിട്ടാതെ ആ കുഞ്ഞ് മരണപ്പെട്ടു. ഈ ചിന്ത അദ്ദേഹത്തെ അല്ലാതെ വിഷമിപ്പിച്ചു. അങ്ങനെ സഹോദരന്മാരെ, ഒരു ദിവസം 3 സെക്കൻഡിൽ ഒരാൾ ലോക ആരോഗ്യ സംഘടനയുടെ കണക്കെന്നോണം പട്ടിണി കിടന്ന് മരണപ്പെടുന്നുണ്ട്. ഒരു ദിവസം 2000 ടൺ ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കി കളയുന്നു എന്നാണ് കണക്ക്. നമ്മൾ അത്ഭുതപ്പെടേണ്ട. നമ്മുടെ വീടുകളിൽ നമ്മൾ എത്രയാണ് ഓരോ ദിവസവും ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി കളയുന്നത്. പടച്ച തമ്പുരാൻ നാളെ പരലോകത്തെത്തുമ്പോ ആളുകളോട് പറയും, ഞാൻ പട്ടിണി കിടന്നപ്പോൾ നീ എന്നെ ഊട്ടിയില്ല. ആളുകൾ ചോദിക്കും, പടച്ച റബ്ബേ, നിന്നെ എങ്ങനെ ഊട്ടാനാണ്? നീ രാജാതിരാജനല്ലേ? അല്ലാഹ് പറയും, ഇന്നാലിന്ന അടിമ പട്ടിണി കിടന്നപ്പോൾ നീ അവനെ ഭക്ഷണം കൊടുത്തില്ല, അവനെ ഊട്ടിയില്ല. നീ അവന് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ എന്നെ അവിടെ നിനക്ക് കാണാമായിരുന്നു. സഹോദരന്മാരെ, നമ്മുടെ വീടുകളിൽ നമ്മൾ വേസ്റ്റാക്കുന്ന ഭക്ഷണത്തിന് 10,000 മനുഷ്യർ മറുഭാഗത്താണ് അർഹരായുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.